നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസിന്റെ മിനിറ്റിലൂടെ. നടിയെ ആക്രമിച്ച കേസ് ദിലീപിന് തിരിച്ചടി. മൂന്നാം ദിനത്തിലും ദുരൂഹത നീങ്ങാതെ 2 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകൽ. ബേലൂർ മക്ന വിഷയം കർണാടകയുമായി ചേർന്ന് സംയുക്ത പ്ലാൻ തയ്യാറാക്കാൻ ഹൈക്കോടതി. ദില്ലി ചലോ കർഷക മാർച്ചിൽ കണ്ണീർ വാതകം പ്രയോഗിച്ച പോലീസ്. രാജസ്ഥാനിൽ കേരള പോലീസിന് നേരെ വെടിവെപ്പ്. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കനത്ത തിരിച്ചടി. മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. പകർപ്പ് അതിജീവതയ്ക്ക് നൽകരുതെന്നും തനിക്ക് വേണമെന്നുമുള്ള ദിലീപിന്റെ ആവശ്യം തള്ളിയാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മൂന്നാം ദിനത്തിലും ദുരൂഹത നീങ്ങാതെ 2 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകൽ. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ കണ്ടെത്തി 3 ദിവസമായിട്ടും ദുരൂഹത മാറുന്നില്ല. കുഞ്ഞിനെ ആരെങ്കിലും ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് അവിടേക്ക് നടന്നെത്തിയതോ ആകാമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ പൊന്തക്കാട്ടിലേക്ക് കുട്ടി സ്വയം നടന്നു പോകില്ലെന്നും കിടക്കുന്ന സ്ഥലം വിട്ട് കുട്ടികൾ ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ലെന്നും കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. സംഭവത്തിൽ ആരെയും സംശയമില്ലെന്നും തങ്ങളുടെ സംഘത്തിലുള്ളവർ കുട്ടിയെ കൊണ്ടുപോകില്ലെന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം ആശുപത്രിയിൽ ബഹളം വെച്ചു. വയനാട്ടിലെത്തിയ ബേലൂർ മക്ന എന്ന കാട്ടാനയെ മയക്കുവെടി വെക്കാൻ കർണാടകയുമായി ചേർന്ന് സംയുക്ത കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുമെന്ന് ഉറപ്പായാൽ ഉചിതമായ സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കാം. ആനയെ വെടിവെച്ച് കൊല്ലാൻ കളക്ടർക്ക് ഉത്തരവ് നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആന കർണാടക, കേരള വനാതിർത്തികളിൽ നിന്ന് മാറി മാറി സഞ്ചരിക്കുന്നതിനാൽ മയക്കുവെടി വെക്കാൻ തടസ്സമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം. ദില്ലി ചലോ മാർച്ചിൽ കർഷകർക്ക് നേരെ പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രയോഗം. മാർച്ച് ആരംഭിക്കാനിരുന്ന സാഹചര്യത്തിലാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷകർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. വിളകൾക്ക് നിയമാനുസൃത താങ്ങുവില ആവശ്യപ്പെട്ടായിരുന്നു കർഷകരുടെ മാർച്ച്. ശംഭുവിൽ ഉൾപ്പെടെ കർഷകരെ നേരിടാനുള്ള വൻ സന്നാഹമാണ് കേന്ദ്രം ഒരുക്കിയത്. മോഷണക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ തേടി കേരളത്തിൽ നിന്നും രാജസ്ഥാനിൽ പോയ പോലീസ് സംഘത്തിന് നേരെ വെടിവെപ്പ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വർണവും പണവും കടത്തിയ സംഘത്തെ അന്വേഷിച്ചെത്തിയ കേരള പോലീസ് രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെ പ്രതികളുടെ താമസ സ്ഥലം കണ്ടെത്തുകയായിരുന്നു. പോലീസ് എന്ന് തിരിച്ചറിഞ്ഞ പ്രതികൾ അവരെ കായികമായി നേരിട്ട ശേഷം തോക്ക് ചൂണ്ടുകയും തുടർന്ന് നിലത്തേക്ക് വെടിയുതിർക്കുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ഉത്തരാഖണ്ഡ് സ്വദേശികളെ ദർഹ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇവരെ കേരള പോലീസിന് കൈമാറും. വാർത്തകൾ ഒരിക്കൽ കൂടി. നടിയെ ആക്രമിച്ച കേസ് ദിലീപിന് തിരിച്ചടി. മൂന്നാം ദിനത്തിലും ദുരൂഹത നീങ്ങാതെ 2 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകൽ. ബേലൂർ മക്ന വിഷയം കർണാടകയുമായി ചേർന്ന് സംയുക്ത പ്ലാൻ തയ്യാറാക്കാൻ ഹൈക്കോടതി. ദില്ലി ചലോ കർഷക മാർച്ചിൽ കണ്ണീർ വാതകം പ്രയോഗിച്ച പോലീസ്. രാജസ്ഥാനിൽ കേരള പോലീസിന് നേരെ വെടിവെപ്പ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.